8 വർഷം പിടിച്ചു എനിക്ക് എന്നെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാനായിട്ട് കൺവിൻസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇഫ് യു ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി യു മൈ ജസ്റ്റ് റിലേറ്റ് വിത്ത് മീ. ഹായ്, ഐ എം ചെൽസി ആൻഡ് വെൽക്കം ടു ചെൽ ഫോർ റിയൽ. ഐ എം ഫ്രം കൊച്ചി, ഇന്ത്യ. കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ എന്നെ സീരിയസ് ആയിട്ട് പേഴ്സ്യൂ ചെയ്തിട്ടില്ല. കുറച്ച് കാരണങ്ങൾ കാരണമാണ്. മേ ബി നിങ്ങൾക്കും അത് റിലേറ്റബിൾ ആയിട്ട് തോന്നും. എനിക്ക് എന്റെ ഫസ്റ്റ് ആക്നെ ബ്രേക്കൗട്ട് വരുന്നത് 20ാമത്തെ വയസ്സിലാണ്. ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ചെയ്തു. ആ ടൈമിൽ ഞാൻ ആക്ച്വലി ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ടാണ് പ്രൊഡക്ട്സ് കണ്ടുപിടിച്ചിട്ട് എന്റെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ച് ഇതെല്ലാം ഒന്ന് മാനേജ് ചെയ്തത്. ഇറ്റ് ടുക്ക് ടൈം, ഇറ്റ് വാസ് ഇൻ ഈസി. പക്ഷെ ആ ടൈമിലാണ് ഞാൻ ആക്ച്വലി സ്കിൻ കെയർ, അതുപോലെ ഹെയർ കെയർ, അങ്ങനെ നെയിൽ കെയറിനെയൊക്കെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയി. ഞാൻ അതിനെപ്പറ്റി കുറെ റീസേർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോ എനിക്ക് തന്നെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു കേട്ടോ ഇതൊക്കെ. സോ ഐ തോട്ട് ഇതിനെയൊക്കെ പറ്റി ഷെയർ ചെയ്യാം. ഇത്രയും നാളും ഫ്രണ്ട്സും ഫാമിലിയുടെ അടുത്തൊക്കെയാണ് ഞാനിങ്ങനെ അത് യൂസ് ചെയ്ത് ഇത് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഐ ആം ഓൾസോ സമ്മൺ ഹൂസ് ഓൾസോ യൂസിങ് പ്രൊഡക്ട്സ് അവൈലബിൾ ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. സോ അങ്ങനത്തെ യൂസ് ചെയ്തതിന്റെ റിവ്യൂസ് ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേർക്കും കൂടെ അത് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. സോ ഐ ഹാവ് റിയലി ഡ്രൈ സ്കിൻ ടൈപ്പ്. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിലും കുറെ ഫാക്ടേഴ്സ് ആക്ച്വലി എന്നെ ഇതിൽ കീപ്പ് അവേ ചെയ്തു. ഫസ്റ്റ് തിങ് ഇസ് ബീങ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. ഇഫ് യു ആർ ഓൾസോ ലൈക്ക് മീ യു മൈറ്റ് നോ, നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ ആക്ച്വലി പഠിക്കുക, ജോലിക്ക് പോവുക, അങ്ങനെ ലൈഫ് നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഐ ഓൾസോ ഡിഡ്. ഞാൻ ACC അഫിലിയേറ്റ് ആണ്, ഒരു BCom ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് ഐ വാസ് വർക്കിംഗ് ആസ് എൻ ഓഡിറ്റർ ആസ് വെൽ ആസ് എൻ ACCA ഫാക്കൽറ്റി. ഇതെല്ലാം ചെയ്തിട്ടും ആക്ച്വലി എനിക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല. ജോലി കയറിയ ഒരു പോയിന്റിൽ ഞാൻ ആലോചിച്ചു, ഇതാണോ ഇനി മുന്നോട്ടുള്ള ലൈഫ് കുറെ വർഷത്തേക്കെന്ന് ഞാൻ ആലോചിച്ചൊരു പോയിന്റ് ഉണ്ട്. അതിനുശേഷം പിന്നെ എന്നെ ഇതിൽ നിന്ന് കീപ്പ് അവേ ചെയ്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആയിരുന്നു. ഐ വാസൻ റിയലി എ വെരി കോൺഫിഡന്റ് പേഴ്സൺ ആൻഡ് ഐ വുഡൻ ക്ലെയിം ദാറ്റ് ഐ എം എ കോൺഫിഡന്റ് പേഴ്സൺ ഈവൻ നൗ. എന്റെ സർക്കംസ്റ്റാൻസസ് ആണ് കേട്ടോ ശരിക്കും എന്നെ ഒരു കോൺഫിഡന്റ് പേഴ്സൺ ആക്കിയത്. വെൻ ഐ വാസ് ലുക്കിംഗ് ഫോർ മൈ ഫസ്റ്റ് ജോബ് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടീച്ചിങ്ങിന് പോവാന്നുള്ളതാണ്. ആൻഡ് ഐ വാസ് എ റിയലി ഷൈ പേഴ്സൺ. സ്കൂളിലൊന്നും ഒരു കോമ്പറ്റീഷനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഭയങ്കര ഷൈ ആണ്, ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ്, നെഞ്ചു കിടന്ന് ഇടിക്കും ഇങ്ങനെ സംസാരിക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ. പക്ഷെ എന്റെ ജോബ് അതായത് കാരണം എനിക്ക് പോയി എന്റെ കംഫർട്ട് സോണിൽ തന്നെ എനിക്ക് ഫൈറ്റ് ചെയ്തിട്ട് എന്റെ ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത് എനിക്ക് ക്രൗഡിന് മുമ്പിൽ പോയി സ്പീക്ക് ചെയ്യേണ്ടി വന്നു. ആൻഡ് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ സ്റ്റേജ് ഫിയറും കോൺഫിഡൻസ് ഇഷ്യൂസ് ഒക്കെ ഓവർകം ചെയ്ത്. അപ്പോൾ ആ ഒരു കാര്യം ആക്ച്വലി കോണ്ടന്റ് ക്രിയേഷന്റെ കേസ് വന്നപ്പോൾ സോർട്ടായി. ആൻഡ് ഫൈനലി എന്റെ ലൈഫിൽ സംഭവിച്ച കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഐ ലോസ് സം തിങ്സ്. ആൻഡ് എനിക്ക് ലൈഫിനോട് ഭയങ്കര ഒരു മടുപ്പ് ഫീൽ ചെയ്തു. എന്തിനാ ജീവിക്കുന്നത്, ലൈക്ക് എന്താ ഇതിന്റെയൊക്കെ മീനിങ് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ആലോചിച്ചത്, ഓക്കെ, ഇറ്റ്സ് ടൈം ടു ഡു സംതിങ് ഫോർ യുവർ സെൽഫ്. എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതിലൊന്നാണ് കേട്ടോ കോണ്ടന്റ് ക്രിയേഷൻ. So that is why I took this step actually to create content about skincare, hair care, fashion finds, നമ്മുടെ ബോഡി ടൈപ്പിന് പറ്റിയിട്ടുള്ള സ്റ്റൈലിംഗ്. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിലെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്ത് കുറെ റീസെർച്ച് ഒക്കെ ചെയ്യുന്ന കാരണം തന്നെ ഐ തോട്ട് I would actually take this step to come in front of the camera and create content about things like that. So at Shelf for Real, I want to keep things real. Meaningful collaborations, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, നമ്മുടെ ലൈക്ക് നോർമൽ സ്കിൻ കൺസേൺസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹെയർ കെയർ, നെയിൽ കെയർ, എവറിത്തിങ് എ ഗേൾ നീഡ്സ് ആൻഡ് എ ബിറ്റ് ഓഫ് ലൈഫ് വെൻ ഐ ക്യാൻ. If this feels like something you might be interested in, which will be really useful for you, and if whatever I said resonates with you, do consider subscribing my channel. And I hope to make this a very meaningful journey. And drop in your suggestions about what content I should make, what products I should talk about in the comments. And നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നും കൂടെ പറയണം കേട്ടോ. ഈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട്, എൻ്റെ ഫസ്റ്റ് ലോങ് ഫോം വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ ആക്ച്വലി റീൽസും ഷോർട്സും ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. So please do let me know what you think and where you're from, so I know who you are. Like നിങ്ങൾ എവിടെ നിന്നൊക്കെയാ വാച്ച് ചെയ്യുന്നത്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. So please do comment down below. And yeah, I hope to see you guys again. Stay tuned for more content. So thank you so much. Thank you for watching so far. See you guys again.